ഹായ് ഓൾ. അപ്പോൾ ടുഡേയ്സ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരു നല്ല വ്യക്തിനെ കണ്ടുമുട്ടാം, ഇല്ലെങ്കിൽ കണ്ടുമുട്ടിയ വ്യക്തി നല്ല വ്യക്തിയാണോ എന്നുള്ളത് എങ്ങനെ നമുക്ക് തിരിച്ചറിയാം. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടുവരുന്ന മിക്ക റിലേഷൻഷിപ്പിലെയും അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, കുറേ നാൾ ഈ പൂച്ച ചൂടുവെള്ളത്തിൽ ചാടിയിട്ട് പിന്നെ പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്ന ഒരു തരത്തിലോട്ട് നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ പാറ്റേൺസ് എല്ലാം മാറിയിട്ടുണ്ട്. ആദ്യമേ തന്നെ പറയാം, നല്ല വ്യക്തികൾ എന്ന് പറയുന്നൊരു ടാഗ് ലൈൻ അല്ലെങ്കിൽ മോശം വ്യക്തി എന്ന് പറയുന്ന ഒരു ടാഗ് ലൈൻ നമുക്ക് എപ്പോഴും ഒരു വ്യക്തിക്ക് ചാർത്തി കൊടുക്കാൻ വേണ്ടി പറ്റത്തില്ല. ഓക്കെ, അത് അയാളുടെ സന്ദർഭത്തിനനുസരിച്ചും സാഹചര്യത്തിനനുസരിച്ചിട്ടും മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ എപ്പോഴും ഒരു കൊലപാതകി എപ്പോഴും കൊലപാതകിയായി തന്നെ ഇരിക്കണമെന്ന് നമ്മൾ ചിന്തിച്ചാൽ അത് നമ്മൾ അവരെ വിധിക്കുന്നത് കണക്കാണ്. വി ആർ ആക്ച്വലി ജഡ്ജിങ് ദം. ഓക്കെ, ദൈവം അവർക്ക് ഒരു മരിക്കുന്നതിന് വരെ ഒരു ചാൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്നിലത് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട എന്നുള്ളത്. സോ എല്ലാവർക്കും അതുപോലെ ഒരു അവസരമുണ്ട്. എന്നാൽ ആ എനർജീനെ അതെങ്ങനെ അവർ യൂസ് ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ടാണ് ഈ പറയുന്ന നല്ലത് അല്ലെങ്കിൽ മോശം എന്നുള്ളത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. എൻ്റെ കുറച്ച് പോയിൻ്റ് ഓഫ് വ്യൂവിലും എൻ്റെ എക്സ്പീരിയൻസിലും ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് എന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കുറച്ച് ഒന്ന് ലെങ്തി ആയിട്ട് പോയാൽ ആദ്യമേ തന്നെ ക്ഷമ ചോദിക്കുന്നു. ഹായ് ഡിയേഴ്സ്, സാം ഹിയർ. We can speak and we can learn. Welcome to my YouTube channel. ആദ്യം നിങ്ങളൊരു വ്യക്തിനെ കണ്ടുമുട്ടി, നിങ്ങൾക്ക് അവരുടെ വൈബ് ഇഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും സെറ്റായി വന്നു. എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ടെൻഷൻ, ഇത് വർക്കൗട്ടാവോ ഇല്ലെങ്കിൽ ഈ ബന്ധം തുടർന്ന് പോയി കഴിഞ്ഞാൽ നല്ലതാണോ എന്നുള്ളത്. ഒരാൾ നമ്മൾ ആദ്യം കണ്ടുമുട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എല്ലാവരും നമുക്ക് അവരൊരു ഔട്ടർ വേൾഡിനെ ആയിരിക്കും നമുക്ക് കാണിച്ചു തരുന്നത്, എക്സ്പ്രസീവ് ആവുന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കും അവരുടെ ഇന്നർ വേൾഡ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് ബുക്സുകളിലൂടെയും എൻ്റെ തന്നെ ഓൺ എക്സ്പീരിയൻസിലൂടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക. അല്ലാത്തത് ഇത് ഒട്ടും പറയില്ല, എന്തൊക്കെയാണ് ഈ വിളിച്ച് പറയുന്നതെന്ന് ആണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ നിങ്ങളുടെ സമയം എന്തിനാണ് വേസ്റ്റ് ചെയ്യുന്നത്? സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടുന്നുള്ള വീഡിയോസിലേക്ക് ട്യൂൺ ചെയ്ത് പോവാവുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിപ്പോൾ ഒരാളെ മീറ്റ് ചെയ്തു, അടിപൊളി വൈബ്, നല്ല ക്യാരക്ടറാണല്ലോ, അല്ലെങ്കിൽ നല്ല രസമാണല്ലോ ഇവരുടെ അടുത്ത് മിണ്ടിയും സംസാരിച്ചൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കൊരു അറ്റൻഷൻ വന്ന് തുടങ്ങുമ്പം നമ്മുടെ ഉള്ളിൽ കുറച്ചും കൂടെ എക്സ്പെക്റ്റേഷൻ കൂടുതൽ വരെയാണ്. ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ളൊരു ആകാംക്ഷ, അല്ലെങ്കിൽ ഇവരുടെ ശരിക്കുമുള്ള ഒരു റിയാലിറ്റി എന്താണെന്ന് ആഗ്രഹം, അതെല്ലാവർക്കും വരും. പൊതുവെ അവരെ പറ്റി കൂടുതൽ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി. ഈ വ്യക്തിയുടെ പാസ്റ്റിലുള്ള ആൾക്കാരുമായിട്ട് നിങ്ങളെ കണക്ട് ചെയ്ത് ഇവരെ പറ്റി അറിയാൻ ശ്രമിക്കുന്നത് നിങ്ങൾ വിചാരിക്കും അവരെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുകയാണെന്ന്. നോ, ആക്ച്വലി യു ആർ മിസ്ലീഡിങ്. ഒരു വ്യക്തി മറ്റു വ്യക്തികളുടെ കണ്ണുകളിൽ കാണുന്ന രീതിയിലല്ല നിങ്ങൾ അവരെ കാണുന്നത്. ഓരോ വ്യക്തിയും ഓരോ കണ്ണുകളിൽ വ്യത്യസ്ത രീതികളിലാണ് കാണപ്പെടുന്നത് എന്നുള്ളത് നിങ്ങൾ തികച്ചും ആ ഒരു യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളണം. അതായത് ഞാൻ മുന്നേ കേട്ടിട്ടുണ്ട്, എനിക്ക് 2 കണ്ണ്, എനിക്ക് ചുറ്റും 1000 കണ്ണ്. ഈ 1000 കണ്ണുകളുടെയും തലച്ചോറ് പ്രവർത്തിക്കുന്നത് ഡിഫറെൻറ്റ് രീതിയിലാണ്. അവർ കണ്ടറിഞ്ഞ സംഗതികളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും അവരുടെ ഉള്ളിലെ തന്നെ കുറേ ഇൻസെക്യൂരിറ്റീസിലൂടെയും അവർ നോക്കിക്കണ്ടിരിക്കുന്ന കാര്യത്തിൻ്റെ മാനദണ്ഡത്തിലാണ്, ആ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ഓരോരുത്തരെ വിലയിരുത്തുന്നത്. അവരുടെ ആ നിലപാടുകളിനനുസരിച്ചിട്ട് നിങ്ങൾ അവരെ വിലയിരുത്താൻ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അത് വർക്കൗട്ട് ആവുക? ചിലപ്പം ആ പാസ്റ്റുകളിൽ നിങ്ങൾ അന്വേഷിച്ച വ്യക്തി ചിലപ്പം ഈ വ്യക്തിക്ക് നല്ലൊരു എനർജി ആയിരിക്കില്ല കൈമാറിയിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു നല്ല എനർജി ആയിരിക്കത്തില്ല ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പം എന്തായിരിക്കും ശരിക്കും അവിടെ കൈമാറുന്നത്? അവരുടേതായിട്ടുള്ള അനുഭവമാണ്, നോട്ട് യോഴ്സ്.
അപ്പം ഇവിടെ റിലേഷൻഷിപ്പിൽ ആദ്യത്തെ നമ്പർ 1 റൂൾ, നിങ്ങൾ തന്നെ സംസാരിക്കുക. നിങ്ങളൊരു വ്യക്തിനെ എങ്ങനെ നിരൂപിക്കുന്നു, നിങ്ങൾ എങ്ങനെ ഒരു വ്യക്തിനെ നോക്കിക്കാണുന്നു എന്ന രീതിയിലാണ് ആ വ്യക്തി നിങ്ങളോട് പെരുമാറുക. നിങ്ങൾ സംസാരിക്കൂ, നിങ്ങൾ ഇടപഴകൂ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻസ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് നിങ്ങൾ തീരുമാനിക്കേണ്ടത്. അപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളെങ്ങനെയാണ് ഒരു വ്യക്തിനെ നോക്കിക്കാണേണ്ടത് എന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് ഇനിയും ആൾക്കാരെ കോൺഫിഡൻ്റായിട്ട് മീറ്റ് ചെയ്യാനും സംസാരിക്കാനും ഇവർ നമുക്ക് പറ്റിയതാണോ അല്ലേ എന്നുള്ളത് ഫിൽട്രേഷൻ ചെയ്യാനും പറ്റത്തുള്ളൂ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഭൂലോകത്തുള്ള എല്ലാ ആത്മാക്കളും അല്ലെങ്കിൽ എല്ലാ പേഴ്സണാലിറ്റീസും നമുക്ക് ചേരണം എന്നുള്ളതില്ല. അത് ഓപ്പോസിറ്റും അങ്ങനെ തന്നെയാണ്. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ്, അവരുടെ നിലപാടുകൾ എന്തൊക്കെയാണ്, അവരുടെ കോർ വാല്യൂസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്. അവർ പുറത്ത് ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആണോ, ചിലപ്പോൾ ഒരേ ടേസ്റ്റ് ആയിരിക്കാം, ഒരേ രീതിയിലുള്ള മാനറിസംസ് ആയിരിക്കാം. ദാറ്റ് ഈസ് നോട്ട് ആക്ച്വലി ഡിഫൈൻഡ്. അത് ഔട്ടർ വേൾഡിലുള്ള ഒരു എക്സ്പ്രസീവ് ഓഫ് ഇമോഷൻസ് ആണ്.